SSLC മൂല്യനിർണ്ണയ മാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് CPMന്റെ പിന്തുണ. തീരുമാനം വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നുവെന്ന പാർട്ടി വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്കും തീരുമാനത്തോട് അനുകൂല നിലപാടാണ് ഉള്ളത്. മൂല്യനിർണ്ണയ മാറ്റത്തെ എതിർക്കുന്ന KSTAയും SFIയും നിലപാട് മാറ്റിയേക്കും. സംഘടനകൾക്ക് CPM നിർദ്ദേശം നൽകുമെന്നാണ് സൂചന. ഗോപാൽ ശീലാസാനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, CPM എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഒപ്പം തന്നെ SFIയും KSTAയും ഉൾപ്പെടെയുള്ള സംഘടനകൾ നിലപാട് മാറ്റാനുള്ള സാധ്യതയുണ്ടോ? അതെ നിഷ, കാരണം ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ കോൺക്ലേവിൽ KSTAയും SFIയും തങ്ങളുടെ ഈ വിഷയത്തില് അതൃപ്തി രഹസ്യമായിരുന്നത് അതിപ്പോ പരസ്യമാക്കിയിരുന്നു. അന്ന് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കുന്നതാണെന്നും വിജയ ശതമാനം കുത്തനെ ഇടിയുന്നത് ആത്മവിശ്വാസത്തെ അടക്കം ബാധിക്കുമെന്നും അടക്കമുള്ള തരത്തിലേക്ക് KSTAയും SFIയും അഭിപ്രായം ഉയർത്തി. അതിനു മുന്നേ തന്നെ KSTA പാർട്ടിയെയും സമീപിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി കൂടിയാലോചനകളില്ലാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന തരത്തിലേക്ക്. എന്നാൽ KSTA ആ നിലപാടിനെ തള്ളിപ്പറയുന്നതാണ് ഇപ്പോൾ CPMന്റെ ഒരു അഭിപ്രായം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് CPM. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതാണ് ഈ പുതിയ തീരുമാനമെന്നും ഇത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും എന്നുമാണ് ഇപ്പോൾ പാർട്ടിയുടെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെയും നിലപാട്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഒരു പൊതുപരിപാടിയിൽ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് KSTAയും SFIയും നിലപാട് മാറ്റിയേക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു അഭ്യൂഹങ്ങൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി തന്നെ പാർട്ടി രണ്ട് സംഘടനകൾക്കും നിർദ്ദേശം നൽകും. കാരണം പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ ഇടത് ചായുള്ള സംഘടനകൾ, അത് SFI ആണെങ്കിലും KSTA ആണെങ്കിലും ഇടത് സർക്കാർ എടുക്കുന്ന ഏറ്റവും നയപരമായ ഏറ്റവും സുപ്രധാന തീരുമാനങ്ങളിൽ വ്യത്യസ്ത നിലപാട് എടുക്കുന്നത് അത് പാർട്ടി തലത്തിൽ ദോഷം ചെയ്യും. അതേസമയം തന്നെ പ്രതിപക്ഷ സംഘടനകൾ CPIയുടെ ആഭിമുഖ്യമുള്ള AKSTയും അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകളായ KPST അടക്കമുള്ള സംഘടനകൾ ഈ ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കുമ്പോഴാണ് ഇത്തരത്തിൽ KSTA വിട്ടുനിൽക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ആ ഒരു ചർച്ചകളും ഇതിനിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട്. ശരി, ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.